അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് സുന്നി ക്ലാസ് ദുൽഹിജ്ജ തിങ്ങളുടെ ആദ്യത്തെ 10 ബഹുമാനത്തെ വിവരിക്കുന്ന ക്ലാസ് ആയിട്ട് ദുൽഹിജ്ജ തിങ്കൾ അറബി തിങ്കളുടെ അവസാനത്തെ തിങ്കളും ഇബാദത്തുകളെല്ലാം സംഗമിക്കുന്ന തിങ്കളായിട്ട് ദുൽഹിജ്ജ തിങ്കൾ. ദുൽഹിജ്ജ ഒലിയുമ്പോൾ 10, 11, 12 ലക്ഷക്കണക്കിന് ആളുമാർ ഹജ്ജിൽ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭം. അപ്പൊ ദുൽഹിജ്ജ തിങ്കൾ അപ്പൊ നിസ്കാരിക്കട് ദുൽഹിജ്ജ ഒലിയുമ്പോൾ എന്റെ ലോകത്തെ മുസ്ലിമീങ്ങൾ ഹജ്ജിക്ക് പോയങ്ങ് പൊട്ടിട്ട് ബാക്കി ഞങ്ങളെല്ലാം നോമ്പ് പിടിക്കാറ്. അതുപോലെ ദുൽഹിജ്ജ 8 നോമ്പ് പിടിക്കാറ്. ദുൽഹിജ്ജ 1 പിടിച്ചിട്ട് 10 ഒലിയുമ്പോത്തോളം നോമ്പ് പിടിക്കാറ്. ദിക്ർ ചൊല്ലാറ്, തക്ബീർ ചൊല്ലാറ്, തൽബിയത്ത് ചൊല്ലാറ്. ലോകത്തെ മുസ്ലിമീങ്ങളെല്ലാം അറഫയിലും മിനയിലും മുസ്ദലിഫിലും അതുപോലെ മക്കയിലും അള്ളാഹുറൊട്ടിക്ക് ബുൽപ്പിട്ടിട്ട് ദ്വാരക്കിടെ കണ്ണിടെ തന്നെ പാട്ടുള്ള ഒരു സന്ദർഭമായിട്ട് ദുൽഹിജ്ജ തിങ്കൾ. അപ്പൊ ഇങ്ങനത്തെ ഒരു നാല് വർഷത്തിൽ വേറൊരു നാളില്ല. വേറെ ഒരു നാൾ ഇങ്ങനത്തെ ഒരു സന്ദർഭം ചെന്നിട്ട് വേറൊന്നില്ല. അതുകൊണ്ട് ദുൽഹിജ്ജയുടെ 10 വളരെ മഹത്വമുണ്ട്. ഏതുപോലെ റമദാന്റെ അവസാനത്തേക്ക് മഹത്വം എന്നതുപോലെ റമദാന്റെ അവസാനത്ത് 10 കാണോ മഹത്വം. ദുൽഹിജ്ജ 1 പിടിച്ച് 10 തോൽക്കുന്ന ആളുകൾ കാണുമോ മഹത്വം. പണ്ഡിതന്മാരെല്ലാം അവിടെ ചർച്ച ചെയ്തതായിട്ട് കാണാം. അപ്പൊ ദുൽഹിജ്ജയുടെ 10 മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. റമദാന്റെ അവസാനത്തെ 10 മഹത്വമുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാരും വിശദീകരിച്ചതായിട്ട് കാണാം. പക്ഷെ റമദാനില് ലൈലത്തുൽ ഖദർ ഉണ്ട് അല്ലെ. ലൈലത്തുൽ ഖദർ എന്ന മഹത്വമായ ഒരു ജാവ് അവസാനത്തെ 10 അപ്പൊ ഞങ്ങ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ചൊല്ലത് ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലുന്ന വൽ ഫജ്രി വലയാലിൻ അശ്ർ. വലയാലിൻ അശ്ർ എന്ന 10 ജാവ് എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ച ഈ 10 ജാവ് അത് പരിശുദ്ധമായ ദുൽഹിജ്ജ തിങ്കളുടെ 10 ജാവ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണാം. പിന്നെ റായത്തിൽ അല്ലാഹു തആല ചൊല്ല ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി പിന്നെ ഫി അയ്യാമിൻ മാലൂമാത്ത്. ഹജ്ജിലെ ഇബാദത്തുകളെല്ലാം അങ്ങ് ഒരുമിച്ച് കൂട്ടി അല്ലാഹു ദിക്ർ ചൊല്ലവും ഫി അയ്യാമിൻ മാലൂമാത്ത് അറിയപ്പെട്ട ദിവസങ്ങള്. അപ്പൊ അറിയപ്പെട്ട ദിവസങ്ങൾ എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ദുൽഹിജ്ജയിലെ 10 നാള് എന്ന് അവിടെ പണ്ഡിതന്മാർ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ടും കാണാം. ഒരു ഹദീസിൽ കാണാം ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലേ. ഇതൊക്കെ അല്ലാഹുക്ക് അൽഹംദുലില്ലാഹ് തക്ബീർ ഇതൊക്കെ അധികരിപ്പിക്കുകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അതുകൊണ്ട് നിങ്ങൾ എന്താ കഥ അധികരിപ്പിക്കും, തക്ബീർ അല്ലാഹു അക്ബർ അധികരിപ്പിക്കും, തഹ്മീദ് അൽഹംദുലില്ലാഹ് അധികരിപ്പിക്കും. അപ്പൊ ദുൽഹിജ്ജയിലെ 10 നാളുകൾ മഹത്വമുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു ഹദീസായിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസ് മാമിൻ അയ്യാമിൻ അൽഅമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അടിമകൾ ഇബാദത്ത് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ഈ 10 നാളുകളെക്കാൾ അള്ളാഹു തആല ഇഷ്ടപ്പെട്ട പിന്നൊരു നാളില്ല. എന്നിട്ട് ചൊല്ല് അതാ ഫഖാലു യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അള്ളാഹുയുടെ ദീനിനു വേണ്ടിയിട്ട് യുദ്ധത്തിനേക്കാളും ശ്രേഷ്ഠമായതാണോ? അപ്പൊ നബി കാല വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അള്ളാഹുയുടെ ദീനിനു വേണ്ടിയിട്ട് യുദ്ധത്തിനേക്കാളും ശ്രേഷ്ഠമായത് ഈ നാളുകളിൽ ഇബാദത്ത് ചെയ്യാൻ. എന്നിട്ട് ചൊല്ലുന്നത് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലി ഫലം യർജി മിൻ ദാലിക ബിശൈഇ. ഒരാൾ അവൻ യുദ്ധത്തിന് പുറപ്പെട്ട് അവന്റെ സ്വത്തും ഇതൊക്കെ പോയി എടുത്തോണ്ട് പോയിട്ട് അവൻ ഒന്നും കൊണ്ടും മടങ്ങിയില്ല എന്നെങ്കിൽ ആ യുദ്ധത്തിൽ അവൻ ഷഹീദായ അങ്ങനെയുള്ള അവന്റെ വിട്ടിട്ടു. കാരണം അവനക്ക് വലിയ സ്ഥാനമുണ്ട് എന്നർത്ഥം. അപ്പൊ അള്ളാഹുടെ ദീനക്ക് വേനായിട്ട് യുദ്ധാക്കുന്നതൊക്കെ വലിയ പ്രതിഫലന്റെ ശ്രേഷ്ഠതയാണ്. അപ്പോ ഈ നാളുകളിൽ ഇബാദത്ത് ചെയ്യുക എന്നത് അടിമകൾ കൂടുതലായി ഇബാദത്ത് ചെയ്യുക അല്ലാഹു തആല ഇഷ്ടപ്പെട്ടെങ്കിൽ തുറന്നാൽ പിന്നൊരു നാളില്ല എന്നായിട്ട് ദുൽഹിജ്ജ തിങ്കളുടെ ഈ 10 നാൾ. അപ്പൊ അങ്ങനെയാകുമ്പോൾ
ഈ നാളുകളിൽ ഇങ്ങനെ നോക്കൂ, അറഫാനാൽ ഇതിലാ ഉള്ളത്. ഇതിലേജ ഒലിമ്പോ കയറ്റിക്കിട്ട് ഞങ്ങൾ അറഫാനാൽ ചൊല്ല്. ആ അറഫാനാലിന്റെ നോമ്പിടനെ നോക്കുന്നു, കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരവുള്ള ഒരു വർഷത്തെയും ദോഷങ്ങളെ മായ്ച്ചു കളയിടത്ര പവർഫുള്ളായ നോമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നതായിട്ട് കാണാം. മാമിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ നാൾ അല്ലാഹു തആല നരകത്തിൽ നിന്നും അടിമകളെ മോചനാക്കിടത്തര നാൾ പിന്നൊരു നാളില്ല. വഇന്നഹു ലയദ്നുവ സുമ്മ യുബാഹി ബിഹിമുൽ മലായിക ഫയഖൂലു മാ അറാദ ഹൗലാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അടിമകളെ കൊല്ല അടുത്ത് മലക്കുകളൊട്ടി അള്ളാഹ് ചൊല്ല, ഈ നന്റെ അടിമങ്ങ അങ്ങ് എന്തായിട്ട് ഇവിടെ ഉദ്ദേശിക്കലേ, അങ്ങ് എന്തിനെ കേട്ടോണ്ടല്ലേ. അപ്പൊ അറഫാനാലും ചൊന്നെങ്കിൽ ലോകത്തെ എന്തെല്ലാ ഭാഗത്തും മുസ്ലിമീങ്ങളുണ്ടോ അവിടുന്ന് എല്ലാം ഹജ്ജുക്ക് പണ്ടത് 25 മേൽ ആളുമാർ ഒരുമിച്ച് കൂട്ടുള്ള സന്ദർഭമായിട്ട് അറഫാനാലും ചൊല്ലത്. ഹജ്ജുക്ക് പുറപ്പെട്ട ഹജ്ജാജുമാരെല്ലാരും നിർബന്ധമായിട്ടും സംഗമിക്കുന്ന ഒരേ ഒരു ടൈം ദുൽഹിജ്ജ ഒലിയുമ്പോ അറഫ ഉച്ചൽ, പിന്നെ ആ മഗ്രിബുൽ തോറും, പിന്നെ സുബൈ തോറും സുബൈ ബാങ്ക് തോറും അതൊരു ടൈമുണ്ട്. അപ്പൊ ആ അറഫ ഭൂമിയിൽ അവിടെ ഒന്നും വേണം. അൽ ഹജ്ജ് അറഫ, ഹജ്ജിന് ചൊല്ലത് അറഫയിൽ നിക്കലായിട്ടിക്കട. ഹജ്ജിന്റെ പ്രധാന ഘടകമായിട്ടിക്കട് അറഫ ചൊല്ലത്. ഇഹ്റാം കെട്ടി ആ അറഫയിൽ എത്തുക എന്നുള്ളത്. ഇത് നഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് പിന്നെ എന്തിനാക്കുക ഉണ്ട്. പിന്നെ അതിൽ പിന്നത്തുള്ളത് തവാഫുണ്ട്, സഴിയുണ്ട്. അത് പെരുന്നാലാണ്ട് ചെയ്തില്ല, അതിന് പിറ്റാണ്ട് ചെയ്യുകയുള്ളൂ. ബാക്കി ഉള്ളതൊക്കെ പരിഹാരമുണ്ട്. ഇതൊക്കെന്തുമില്ല. അറഫയിൽ നിക്ക എന്നത് തന്നെ. അപ്പൊ ലക്ഷക്കണക്കിൽ ആളുമാർ അള്ളാഹുടെ ഉൾപ്പെട്ടിട്ട് ദ്വാരന്നിട്ട് കണ്ണട തന്നെ എടുക്കുന്ന ഒരു സമയമായിട്ട് അറഫ നാൾ. അപ്പൊ അള്ളാഹു താല ഒരുപാട് അടിമകളെ മോചനാക്കട നാള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ടുണ്ട്. അപ്പൊ ഈ നാളുകൾക്കെല്ലാം ശ്രേഷ്ഠതയുണ്ട് എന്ന് ചൊല്ലുമ്പോ, അല്ലെ, ദുൽഹിജ്ജയുടെ ഈ നാളുകൾക്കൊക്കെ ശ്രേഷ്ഠതയുണ്ട് ചൊല്ലുമ്പോ അപ്പൊ എന്ത് ചെയ്യണ്ടേ? ഇബാദത്തുകൾ അധികരിപ്പിക്കേണ്ടത്. മറ്റു നാടുകളിൽ ഞങ്ങൾ ചെയ്ത ഇബാദത്തുകൾ തന്നെ അധികരിപ്പിക്കല്. നോമ്പിടിക്കല്, ദിക്ർ ചൊല്ല്, സലാത്ത് ചൊല്ല്, തക്ബീർ ചൊല്ല്, അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, ഇതുപോലത്തെ ദിക്റുകളൊക്കെ അധികരിപ്പിക്കല്. അപ്പോ ഒലിമ്പോ നാള് ഒന്നിനെ പിടിച്ച് ഒലിമ്പോ നാളത്തോളം നോമ്പിടിക്കാം. 8 ഒലിമ്പും പ്രത്യേകം സുന്നത്ത്. ഒലിമ്പോ അറഫാനാൽ പ്രത്യേകം സുന്നത്ത്. ഞങ്ങൾക്ക് എപ്പോ ഒലിമ്പോട് അപ്പ അറഫാനാൽ. മക്കയിൽ അറഫയിൽ നിൽക്കണങ്ങ അങ്ങക്ക് ഇന്നലെ ഇപ്പൊ ദുൽഹിജ്ജ 1 ഇന്റെ ദുൽഹിജ്ജ 1. അപ്പൊ ഞങ്ങളെക്കാൾ ഒരു നാൾ 3 നാൾ തന്നെ ഞങ്ങൾക്ക് അറഫ നാളാവുള്ളൂ, അല്ലേ? അപ്പൊ ഞങ്ങൾ കൂടെ 8 അങ്ങ് അറഫ നാളാവുള്ളൂ. ഞങ്ങൾ കൊല്ലുമ്പോ നമുക്ക് പെരുന്നാളാവുള്ളൂ. അപ്പൊ ഞങ്ങളെ റായത്തെ മാതം അനുസരിച്ചിട്ടായിട്ട് ഞങ്ങൾ ഈ ബാധിച്ചു. അല്ലാണ്ട് മക്കത്തിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇപ്പൊ ദൂരം നിസ്കരിക്കില്ലല്ലോ. നായിക്ക് മുന്നേ നിസ്കരിക്കില്ലേ? ഞങ്ങളിപ്പോ ഇപ്പൊ മഗ്രിബ് ബാങ്ക് മക്കത്തിൽ കൊടുക്കുമ്പോ ഞങ്ങളുടെ ഇഷായുടെ ടൈം ആയിട്ടില്ലേ? അങ്ങനെ മുന്നേ ഞങ്ങൾ മഗ്രിബ് നിസ്കരിക്കില്ലേ? അപ്പോ ഈ ബാധത്ത് ചൊല്ലത് ഞങ്ങളെ റായത്തെ സമയത്ത് അനുസരിച്ച് ചെയ്യേണ്ട ഒന്നായിട്ടില്ല. അപ്പൊ അറഫയിൽ നിൽക്കണ നാള് ഞങ്ങൾക്കൂടെ 8 ആയിട്ടിക്കട്. എന്നാ 8 2 നോമ്പ് പിടിക്കണം. ഒലിമ്പോൾ തന്നെ നോമ്പ് പിടിക്കണം, സുന്നത്തുണ്ട്. 1 മുതൽ ഒലിമ്പോ വരെ നോമ്പ് പിടിക്കുക. മറ്റുള്ള ദിക്റുകളും ഖുർആനും സലാത്തുകളും തക്ബീറുകളൊക്കെ അധികരിപ്പിക്കുക. പിന്നെ ദുൽഹിജ്ജ ഒലിമ്പോൾ പ്രത്യേകം നിസ്കാരത്തിൽ പിന്നെ ഒരു സുന്നത്തുണ്ട്. എന്തിന്? സലാം പിറ്റിയെങ്കിൽ തക്ബീർ ചൊല്ല്. അത് അറഫാനാൽ സുബൈനെ പിടിച്ച് സുർബായെങ്കിൽ പിന്നെ 5 നാളും അയ്യാമു തശ്രീക്ക് 13 അസർ നിസ്കാരത്തോളം എല്ലാ നിസ്കാരത്തും സലാം വീട്ടിക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ തക്ബീർ ചൊല്ലും. പിന്നെ 1 മുതൽ ദുൽഹിജ്ജ 1 ആയിട്ടല്ലേ, എന്നാ ഉളുഹിയത്ര മൃഗങ്ങളെ കാണുമ്പോ തക്ബീർ ചൊല്ല്. ഉളുഹിയത്ര നമുക്ക് ആട് പൈ വണ്ടേ, അല്ലെ, ഏതെങ്കിലും ആടോ പയ്യോ കാണുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹുക്ക് തക്ബീർ ചൊല്ല്. അതിലെ ശബ്ദം കേൾക്കുമ്പോൾ തക്ബീർ ചൊല്ല്. ഇത് 1 മുതൽ 10 വരെ തക്ബീർ ചൊല്ലേണ്ടതായിട്ട്. പിന്നെ ദുൽഹിജ്ജലുള്ള 1 ആയിട്ട് പെരുന്നാൾ മുതൽ പെരുന്നാളിന്റെ സുബൈലെ പിടിച്ചിട്ട് നിസ്കരിച്ച് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്ത 1 ഉളുഹിയ കൊടുക്കുക എന്നുള്ളത്. ഇത് വേറൊരു നാളില്ല. അതാണ് ഇബാദത്തുകളെല്ലാം സംഗമിക്കുന്ന നാള്, സംഗമിക്കുന്ന ഒരു സമയം. ഉളുഹിയത്ത്, ഹജ്ജ്, വലിയ പെരുന്നാള്, വലിയ പെരുന്നാള് 3 നാൾ തന്നെ ഹജ്ജിലില്ലാത്തങ്ങളെല്ലാം നോമ്പ് പിടിക്കല്. അതൊക്കെ 3 നാൾ തന്നെ നോമ്പ് പിടിക്കല്. തക്ബീർ ചൊല്ല്. ആ ലക്ഷക്കണക്കിൽ ആളുമാർ അള്ളാഹുടെ ഭവനമായ കഅബത്തോടെ പോയിട്ട് തവാഫ് ചെയ്ത് അങ്ങ് അള്ളാഹുക്ക് ദിക്ർ ചൊല്ല്, അള്ളാഹുടെ ദുആ ഇറക്കല്.
അപ്പൊ ഇങ്ങനെയുള്ള ഒരു നാളായിട്ട് ഒരു സമയങ്ങളായിട്ട് ഈ ദുൽഹിജ്ജുമായി സംബന്ധപ്പെട്ട ഹജ്ജുമായി നടക്കുന്ന നാളുകൾ വളരെ ശ്രേഷ്ഠതമുള്ള നാളുകളായിട്ട് ഈ നാളുകളൊക്കെ ഞങ്ങൾ എതിർന്നുള്ളത്. അള്ളാഹു അതിനെ ബഹുമാനിക്കും ആദരിക്കും ഇബാദത്ത് ചെയ്യുന്ന തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഹജ്ജുമായി സംബന്ധപ്പെട്ട ഒരു ക്ലാസ്സിനെ മുന്നിലെടുക്കുക, അതും എത്തിച്ചു കൊടുക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് ഹജ്ജുമായി സംബന്ധപ്പെട്ട് ഇനിയും ക്ലാസ്സുകൾ മുന്നിൽ വരും. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഹജ്ജിലെത്തിയ എല്ലാ ആൾമാരും ഹജ്ജ് അവൻ പൊരുത്തപ്പെട്ട നിലക്ക് ചെയ്യുന്ന തൗഫീഖ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.